ദിലീപ് എന്ന നടനെ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ശക്തമായി തന്നെ പ്രതിഷ്ഠിക്കാൻ പോകുന്ന ഒരു സിനിമയായി കാണാവുന്നതാണ് ഫഫബ എന്ന ചിത്രത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ആ ചിത്രത്തെ അണിയറ പ്രവർത്തകർ തന്നെ സമീപിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് വലിയ ഹൈപ്പാണ് ഒരു ദിലീപ് ചിത്രത്തിന് ഈ അടുത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഹൈപ്പിൽ വരുന്ന സിനിമയിലേക്ക് ഒരു മോഹൻലാൽ സാന്നിധ്യം കൂടി വരുന്നത് ആ ഹൈപ്പ് ഡബിൾ ആക്കിയിട്ടുണ്ട് എന്നതും കാണാം. മോഹൻലാലിന്റെ ഈ ചിത്രത്തിലെ സാന്നിധ്യം നിർണായകമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദിലീപ് എന്ന നായകനെ മലയാളം ഇൻഡസ്ട്രിയിൽ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുന്ന ഒരു ചിത്രം എന്ന രീതിയിലാണ്. അപ്പോൾ അതിൽ പല സാന്നിധ്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ദിലീപിന്റെ കരിയറിൽ ഇനി വരാൻ പോകുന്ന ചില സിനിമകൾക്ക് കേരള ബോക്സ് ഓഫീസിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇതൊരു തുടക്കമായിരിക്കും എന്ന രീതിയിൽ പല സഹതാരങ്ങളും നേരത്തെ പറഞ്ഞിരുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തിയത്. ഇതൊരു തുടക്കമാണ്, ഇനി വരാൻ പോകുന്നതാണ് ശരിക്കും ദിലീപിന്റെ ഗംഭീര സിനിമകൾ എന്ന രീതിയിൽ. അതിലെ ഒരു ആദ്യ ചൂടാണ് ഫഫബ എന്ന ചിത്രം എന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതും. അതിലെ മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ഏറ്റവും പ്രസക്തവും. മോഹൻലാലിന്റെ വരവ് എന്നറിഞ്ഞപ്പോൾ മുതൽ ചില മാറി നിന്ന പ്രേക്ഷകർ പോലും ഈ ചിത്രത്തെ ശ്രദ്ധിക്കുന്നു എന്നത് കാണാൻ കഴിയുന്നുണ്ട്. ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഫഫബ ഭയം ഭക്തി ബഹുമാനം ഈ സിനിമയിലേക്ക് മോഹൻലാൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നേ ദിവസം മോഹൻലാൽ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മോഹൻലാലിന്റെ ക്യാരവാൻ അടക്കം ഈ ചിത്രത്തിന്റെ സെറ്റിൽ ഉണ്ടെന്ന് കാണിക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആരാധകരും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങോട്ടെങ്ങും അടുക്കാൻ കഴിയില്ല. മോഹൻലാലിന്റെ ഈ ചിത്രത്തിലെ ലുക്കും ഈ ചിത്രത്തിലെ വരവും ഒക്കെ വലിയ സസ്പെൻസ് ആണ്. ആരും ഒന്നും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ആയി തന്നെ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ മോഹൻലാലിനെ കണ്ട് അതിശയിക്കും എന്ന രീതിയിലേക്ക് വിഭാവനം ചെയ്യുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരും. നമുക്കൊരു സസ്പെൻസ് ഒക്കെ നൽകിക്കൊണ്ട് മോഹൻലാലിനെ സിനിമ വരുമ്പോൾ കാണാം എന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും മികച്ചത്. അതുകൊണ്ട് തന്നെ ആ പരിസരത്തേക്ക് ആരെയും അടുപ്പിക്കുന്നില്ല. വളരെ ക്ലോസ്ഡ് സെക്യൂരിറ്റി വെച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എറണാകുളത്താണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോഹൻലാൽ ജോയിൻ ചെയ്തു ദ വേൾഡ് ഓഫ് മാഡ്നസിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ട്രാക്കർമാർ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസമേ എറണാകുളത്ത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാണുകയുള്ളൂ. പിന്നെ ഒരു 10 ദിവസം വാളയാറും പാലക്കാടും ഒക്കെ ഷൂട്ടിംഗ് കാണുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ തന്നെ മോഹൻലാലിന്റെ ഫൈറ്റ് സീക്വൻസുകളും ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. മോഹൻലാലും ദിലീപുമാണ് ഇപ്പോൾ ചിത്രത്തിന്റെ സെറ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. രണ്ടുപേരുടെയും കോമ്പിനേഷൻ നമുക്ക് കാണാൻ സാധിക്കും. വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും വീണ്ടും ഒരു ചിത്രത്തിനായി ഒന്നിക്കുന്നത്. ആ ഒന്നിക്കൽ ഒരു ഗംഭീര സംഭവമാക്കി മാറ്റാനുള്ള പുറപ്പാടിലാണ് അണിയറ പ്രവർത്തകരും. ഈ മെയിൻ ഷൂട്ട് കഴിഞ്ഞായിരിക്കും ചിത്രത്തിന്റെ ഒരു പ്രൊമോ ഷൂട്ട് കൂടി ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. മോഹൻലാൽ ഇന്ന് ജോയിൻ ചെയ്തപ്പോൾ മോഹൻലാൽ ആരാധകരും ദിലീപ് ആരാധകരും വലിയ ആഘോഷമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തീർക്കുന്നതും. മോഹൻലാലിനൊപ്പമുള്ള ഹെവി ആക്ഷൻ സീക്വൻസും കൂടാതെ വിജയ് എത്തുന്ന ഗില്ലിയിലെ ജീപ്പ് ഇതൊക്കെ ഈ ചിത്രത്തിന് പ്ലസ് പോയിന്റുകളായി മാറുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നും പറയുകയാണ്. എന്തായാലും ആരാധകർക്ക് വലിയൊരു വിരുന്ന് തന്നെയായിരിക്കും ഈ ചിത്രത്തിലൂടെ കിട്ടാൻ പോകുന്നത്. ദിലീപ് ആരാധകർക്കും അതുപോലെ തന്നെ മോഹൻലാൽ ആരാധകർക്കും. ജയിലർ എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ എങ്ങനെ കാണിച്ചോ അതുപോലൊരു പ്രസൻസ് ആയിരിക്കും മോഹൻലാലിന്റെ ഈ ചിത്രത്തിൽ ഉണ്ടാകുക എന്നും പ്രതീക്ഷിക്കുകയാണ് ഓരോ ആരാധകരും. കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു ദിലീപ് ഉണ്ട്. ആ ദിലീപിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വേഷമാണ് ഫഫബയിൽ എന്ന് ചിത്രത്തിന്റെ ടീസർ പോലും നമ്മളെ കാണിച്ചിരുന്നു. ഒരു വ്യത്യസ്തമായ ദിലീപ് മാനറിസങ്ങളും ഒരു എനർജറ്റിക് ദിലീപിനെയും ഒക്കെ ടീസറിൽ കണ്ടിരുന്നു. എല്ലാവരുടെയും എനർജി ലെവൽ ഇതുവരെ കാണാത്ത രീതിയിലാണ് ഈ ചിത്രത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇതിലേക്ക് മോഹൻലാൽ എത്തിയാൽ എങ്ങനെയുണ്ടാകും എന്നതായിരുന്നു എല്ലാവരുടെയും ചർച്ച. മോഹൻലാലിന്റെ ഇതിലെ ലുക്കും വളരെ ഡിഫറൻ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു രീതിയിലായിരിക്കും മോഹൻലാലിനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്നും ഒരു ചിത്രങ്ങളോ ഒരു വീഡിയോകളോ ഒന്നും ലീക്ക് ചെയ്യാതെ ക്ലോസ്ഡായി ചിത്രീകരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. ദിലീപും വിനീത് ശ്രീനിവാസനും ധ്യാനും ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ വിനീത് ശ്രീനിവാസനും ദിലീപുമാണ് ഭയങ്കരമായി വ്യത്യസ്ത രീതിയിൽ ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നതും. അപ്പോൾ പിന്നെ മോഹൻലാലിന്റെ കാര്യം പറയേണ്ടതില്ല. എന്തായാലും മോഹൻലാലുമായിട്ടുള്ള ചിത്രത്തിന്റെ ഇപ്പോഴത്തെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്.